അരുവിക്കര മണ്ഡലത്തിൽ CPM ബോധപൂർവ്വം തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്ന UDF സ്ഥാനാർത്ഥി VS ശിവകുമാർ. തനിക്കും കുടുംബത്തിനുമെതിരെ ഇടതുപക്ഷം വ്യക്തിഹത്യ നടത്തുകയാണ്. കമ്മ്യൂണിറ്റി തിരിച്ച് വ്യാജ വിവരങ്ങൾ അടങ്ങിയ നോട്ടീസുകൾ വിതരണം ചെയ്യുന്നുണ്ട്. തരം താഴ്ന്ന രാഷ്ട്രീയത്തിലൂടെ വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കാനാണ് CPM ശ്രമം. മാതൃകാ പെരുമാറ്റച്ചട്ടങ്ങളുടെ നഗ്നമായ ലംഘനമാണ് നടക്കുന്നതെന്നും ശിവകുമാർ ആരോപിച്ചു. നോട്ടീസുകൾ വിതരണം ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളും ശിവകുമാർ പുറത്തുവിട്ടു. വളരെ വേദനാജനകമായിട്ടുള്ള കാര്യമാണ് ഇത്. എന്നെയും എന്റെ കുടുംബത്തെയും അപമാനിക്കുന്ന രീതിയിൽ വ്യക്തമായി ഇവിടുത്തെ നേതാക്കന്മാരടക്കമുള്ള ആളുകൾ പ്രസംഗിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമായി കാര്യങ്ങളെ കുറിച്ച് പറയണം. എന്നെക്കുറിച്ച് വ്യാപകമായി 10 വർഷമായി എന്നെ സമൂഹത്തിൽ ഒരു കുറ്റക്കാരനായി ചിത്രീകരിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ ഇവരുടെ പോലീസ് അന്വേഷിച്ചതാണ്. അപ്പോൾ ആ കാര്യങ്ങൾ ഇപ്പോൾ വ്യാപകമായി പ്രചരിപ്പിക്കുക. അതിനുള്ള കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തിയ കാര്യങ്ങൾ ഇത്രയും എന്താണ് മനുഷ്യത്വരഹിതമായ പ്രചരണങ്ങളാണ് ഈ ആളുകൾ CPM-കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ CPM-ന്റെ പഞ്ചായത്ത് മെമ്പർമാരുടെ വീട്ടിൽ നിന്നാണ് ഇവരെ ഈ രേഖകൾ പിടിച്ചത്. എന്തൊരു പ്രചരണമാണ്, വ്യാജ പ്രചരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ അന്തസ്സോടുകൂടി ഈ നാടിന് വേണ്ടി നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ പറയുക, അല്ലെങ്കിൽ നിങ്ങൾ രാഷ്ട്രീയം പറയുക. രജീഷ് നരികുനെ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. രജീഷ്, കേരളം പോളിംഗ് ബൂത്തിലേക്ക് കടക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ആ സമയത്ത് എന്താണ് VS ശിവകുമാറിന്റെ ആരോപണം? ഫിനിഷ, അരുവിക്കര മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി VS ശിവകുമാറാണ് ഈ ആരോപണവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. തനിക്കും കുടുംബത്തിനുമെതിരെ ലഘുലേഖകൾ ഇതുമായി ബന്ധപ്പെട്ട CPM പ്രവർത്തകർ പ്രചരിപ്പിക്കുന്നു. പ്രാദേശിക നേതാവിനെ അടക്കം ഇത്തരം ലഘുലേഖകളുമായി പിടികൂടിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും പിടികൂടിയിട്ടുണ്ട്. എന്നാൽ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്ത ശേഷം ഇന്നലെ വിട്ടയക്കേണ്ട സാഹചര്യമാണ്. ഇതിനെതിരെയാണ് ശിവകുമാർ രംഗത്തെത്തിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഓഫീസർക്കടക്കം ഇത് സംബന്ധിച്ച പരാതി നൽകുമെന്ന കാര്യവും ഇതുമായി ബന്ധപ്പെട്ട VS ശിവകുമാർ വ്യക്തമാക്കുന്നുണ്ട്. കുടുംബത്തിനും തനിക്കുമെതിരെ ഇത്തരത്തിൽ ഉള്ള ആരോപണങ്ങൾ CPM ഉയർത്തുകയാണ്. തെരഞ്ഞെടുപ്പിനെ ഭയന്നാണ് ഇത്തരം കാര്യങ്ങൾ ഉയർത്തുന്നത്. കൂടാതെ തന്നെ പലപ്പോഴായി അന്വേഷിച്ച് കേരളത്തിലെ ഇടത് സർക്കാരിന്റെ പോലീസ് തന്നെ അന്വേഷിച്ച് ഒപ്പം തന്നെ കോടതി കുറ്റമുക്തനാക്കിയ ക്ലീൻ ചിറ്റ് നൽകിയ കേസുകൾ അടക്കമുള്ള പേപ്പർ കട്ടുകൾ അടങ്ങിയ ലഘുലേഖകളാണ് വീടുകളിൽ ഇടതുമുന്നണി പ്രവർത്തകർ എത്തിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട CCTV ദൃശ്യങ്ങളും പുറത്തുവിട്ടിരുന്നു. കുടുംബത്തിനും തനിക്കുമെതിരെ തെരഞ്ഞെടുപ്പ് സമയത്ത് രാഷ്ട്രീയപരമായി ജയിക്കാൻ കഴിയാത്തതിന്റെ പേരിലാണ് ഇത്തരം ആരോപണങ്ങളും ലഘുലേഖകളും ഇടതുമുന്നണി ഇറക്കുന്നെന്ന ആരോപണമാണ് VS ശിവകുമാർ ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തിയിട്ടുള്ളത്. ഫിനിഷ. ശരി, രജീഷാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.